السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: الدعاء سلاح المؤمن وعماد الدين ونور السماوات والأرض، أو كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, കൂട്ടുകുടുംബാദികൾ ആരെല്ലാം വിട പറഞ്ഞു അവർക്കൊക്കെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ മുഹറം മാസത്തിന്റെ അവസാന സമയങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞതായ സമയങ്ങളാണ്, രാവുകളാണ് എന്നതിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഈ സമയങ്ങളിൽ അല്ലാഹുവിലേക്ക് നാം അടുക്കുകയും അല്ലാഹുവിലേക്ക് നാം നമ്മുടെ പാപങ്ങളെ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള ഒരു സുന്ദരമായ സമയങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിലേക്ക് നാം അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. നമ്മളെ പല പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ കാവൽ നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളെല്ലാം നമ്മെ അതേ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പടച്ച റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. നാം ആരും അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശരാകരുത്. കാരണം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അല്ലാഹു വളരെ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്നതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വലിയ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും അല്ലാഹു നമുക്ക് നൽകും. പക്ഷേ ഇവിടെയൊക്കെ നാം തരണം ചെയ്യണം. ഇതിനെയൊക്കെ നാം മനസ്സിലാക്കണം. എന്റെ റബ്ബ് എനിക്ക് ഇത്രയാണല്ലോ വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിൽ നമ്മൾ സഹിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു പാപമോചനത്തിലുള്ള വഴിയാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് പറ്റിയ കാര്യമല്ല. നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കി തരുന്നത്. ഓരോ സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ അവസാനം പറയുന്നത്, ഇന്നല്ലാഹി യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും അല്ലാഹു ആണെന്ന് സൂറത്ത് സുമറിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തു തരുന്നതും അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്നുള്ള ആ ഉറച്ച അചഞ്ചലമായ വിശ്വാസമാണ് നമ്മെ യഥാർത്ഥ സൽസരണിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? മുഅ്മിനീങ്ങൾ എല്ലാ സമയങ്ങളും ദുആഇലുമായി ബന്ധപ്പെടണമെന്ന് തന്നെയാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ യുറദ്ദുൽ ഖദാഅ ഇല്ല ദുആഉ വലാ യസീദു ഫിൽ ഉംരി ഇല്ല അൽ ബിർ. പ്രാർത്ഥനയല്ലാതെ വിധിയെ തട്ടുകയില്ല. പ്രാർത്ഥനയല്ലാതെ വിധിയെ തട്ടുകയില്ല. നന്മ ചെയ്യലല്ലാതെ ആയുസ് വർദ്ധിക്കുകയില്ല എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ ഇന്നിപ്പോൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, 2 ആഴ്ച മുമ്പ് ഈ വിനീതനുണ്ടായ ഒരു പ്രയാസം അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു നന്മയുടെ ഒരു അണുമണി തൂക്കം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ നാം മറ്റുള്ളവർക്ക് എത്രത്തോളം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്നതിന്റെ പരമ യാഥാർത്ഥ്യമാണ് ഇന്ന് ഈ ജുമുഅക്ക് ഇവിടെ എഴുന്നേറ്റിരിക്കാനുള്ള കാരണം. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിത്വമാണ്. കാരണം ഒരു ചെറിയ പ്രയാസം ഉണ്ടായതിന്റെ പേരിൽ ഒരുപാട് ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, മുഅ്മിനീങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹറമുകളിലും മദീനയിലും അതുപോലെ ഒരുപാട് മസാറുകളിലും പള്ളികളിലും അതുപോലെ തഹജ്ജുദിന്റെ സമയങ്ങളിലും ആത്മാർത്ഥമായി ദുആ ചെയ്തു. കാരണം ഓരോ കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ
അതിന്റെ പിന്നിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്താണ് വരേണ്ടത്. ഇതല്ല വരേണ്ടത്, ഇതിന്റെ അപ്പുറത്താണ് വരേണ്ടത്. പക്ഷേ നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ഒരിക്കലും കളവാവുകയില്ലല്ലോ. പ്രാർത്ഥനയല്ലാതെ വിധിയെ തട്ടുകയില്ല, നന്മ ചെയ്യലല്ലാതെ ആയുസ് വർദ്ധിക്കുകയില്ല. ഇമാം തുർമുദിയുടെ ഹദീസാണ്. വിധിയെ തട്ടി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നതാണ്. ആയുസ് നമുക്ക് വർദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം എപ്പോഴും റബ്ബിലേക്ക് അടുക്കണം. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നാം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ആ ഇബാദത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദാ ദഅ അഹദുകും ഫൽയസ്തഗ്ഫിർ ഫഇന്നമാ യസ്അലു റബ്ബഹു. നമ്മുടെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ കൂടുതൽ പ്രാർത്ഥിക്കട്ടെ. കാരണം കാരണം അവൻ ചോദിക്കുന്നത് അവന്റെ റബ്ബിനോടാണ്. ആ റബ്ബ് ഒരിക്കലും അക്രമിയല്ല. മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദയാലുവാണ്, റഹീമാണ്. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ലത്തീഫാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലൂടെ ആ വിശദീകരിക്കുന്ന ഓരോ പേരുകളുടെ അർത്ഥങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു വലിയ ദയാലുവായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമുക്ക് പുറത്തു തരുന്നു. ആ റബ്ബ് നമ്മെ കാക്കുമെന്നുള്ള അർപ്പണബോധം നമുക്കുണ്ടാകണം എപ്പോഴും. നാം അതുകൊണ്ട് തന്നെ ആ ദുആകളുമായി നാം ബന്ധപ്പെടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത്, വദഉ ഖൗഫൻ വതമഅൻ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, സൂറത്തുൽ അഅറാഫിൽ പ്രതീക്ഷയോടെയും പേടിയോടെയും നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ഒരു പ്രതീക്ഷ വേണം. അല്ലാഹുവേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, നിന്നോടല്ലാതെ എനിക്ക് ചോദിക്കാനില്ല റബ്ബേ. അതുകൊണ്ട് നീ എന്നെ പരീക്ഷിക്കല്ല തമ്പുരാനെ. നീ പരീക്ഷിച്ചാൽ ആ പരീക്ഷണത്തെ തടക്കാൻ ഒരു ശക്തിക്കും ഇവിടെ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, നിന്റെ സഹായമാണ് എനിക്ക് വേണ്ടത് എന്നൊരു ചിന്താഗതി ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ആത്മാർത്ഥമായി ഉണ്ടാകുമ്പോൾ ആ ദുആക്ക് ഇജാബത്ത് കിട്ടും. പലപ്പോഴും പല ആളുകളും ചോദിക്കും, എന്തിനാണ് ഉസ്താദ് തങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശബ്ദമെടുത്ത് വല്ലാതെ ദുആ ചെയ്യുന്നത്? എന്ത് കാര്യമുണ്ട്? കാര്യമുണ്ട് മുഅ്മിനീങ്ങളെ. പല സന്ദർഭങ്ങളിലും ആ ദുആ ആണ് ഒരു പക്ഷേ നമ്മുടെ വിജയത്തിന്റെ നിദാനം. അതാണ് ഖുർആൻ പറഞ്ഞത്, വദഉ ഖൗഫൻ വതമഅൻ. നിങ്ങൾ എന്ത് ചെയ്തോ? പ്രതീക്ഷയോടെയും പേടിയോടെയും നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമേ. അല്ലാഹു പറയാണ്, എന്നിട്ട് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരോട് അടുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, അത് നന്മ ചെയ്യുന്ന ആളുകളോട് അടുത്തിരിക്കുന്നു. നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഒഴിവാക്കുകയില്ല. പക്ഷേ അവർക്കുള്ള പരീക്ഷണങ്ങളോ അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിനൊരു അഫ്വായിട്ടാണ് അത് കണക്കാക്കേണ്ടത് എന്ന് മഹാന്മാര് അവിടെ നിന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നാം അങ്ങനെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിനെ ഒഴിവാക്കരുത്.
പലപ്പോഴും പല ആളുകളും എന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആദ്യം ചോദിക്കും, നിസ്കരിക്കുന്നില്ലേ? എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? കാരണം ചിലപ്പോൾ അതിന് പോസിറ്റീവ് ഉണ്ടാകും, നെഗറ്റീവ് ഉണ്ടാകും. ഞങ്ങളോട് ഉസ്താദ് പറയാറുണ്ട് നിസ്കരിക്കണമെന്നല്ല, പക്ഷേ ഉസ്താദ് സുഖമില്ലാതെ കിടന്നപ്പോൾ എങ്ങനെ നിസ്കരിക്കുന്നു? ചിലപ്പോൾ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഹൈറുണ്ടാകും, ഷർറുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. അത് നാം കൈവിടാതെ അത് കൃത്യമായി സൂക്ഷിക്കുമ്പോൾ, അല്ലാതെ പനി വരുമ്പോൾ, ചെറിയ ജലദോഷം വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ നിസ്കാരത്തെ മാറ്റിവെക്കലല്ല നമ്മുടെ ജീവിതത്തില്. അതിനെ മുറുകെ പിടിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കും. എന്താണ്? നിസ്കരിച്ചാൽ മാത്രമാണ് അല്ലാഹുവിന്റെ സഹായം കിട്ടുകയുള്ളൂ. തീർച്ചയാണ് നിസ്കാരം എന്നുള്ളത് അതൊരു ഇബാദത്താണ്. എങ്ങനത്തെ ഇബാദത്താണ്? അതൊരു ദുആയാണ് എന്തുപോലും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദുആയാകുന്നത്? ആ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ പ്രാർത്ഥനകളാണ് നാം നടത്തുന്നത്. അതുപോലെ നിസ്കാരം ദിക്റാണ് എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. അത് നേരല്ലേ? നിസ്കാരത്തിൽ ഓരോ സമയങ്ങളിലും ഓരോ തക്ബീറുകൾക്ക് ശേഷം നാം ഓരോ ദിക്റുകളാണ് ചൊല്ലുന്നത്. നിസ്കാരം സ്വലാത്താണെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടിരിക്കട്ടെ. എന്നാൽ അതൊന്ന് ആത്മാർത്ഥമായി മുറുകെ പിടിക്കുമ്പോൾ അല്ലാഹുവിന് വലിയ കാരുണ്യമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരോട് അടുത്തതാകുന്നു. നന്മ ചെയ്യുന്നവരോട് അടുത്തതാകുന്നു. അതുകൊണ്ട് തന്നെ നാം നന്മയുള്ളവരാകണം. അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ റബ്ബ് നമ്മെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായമാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്, മറ്റുള്ള സഹായങ്ങളല്ല. നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു ദുആ അബ്ദിൻ മിൻ ഖൽബിൻ സാഇൻ വലാ മിൻ ഖൽബില്ലാഹ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിശ്ചയം പ്രാർത്ഥന ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ തടയപ്പെടുമെന്ന്. ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ തടയപ്പെടുന്നതാണ് നിങ്ങളുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ അതിൽ നിന്നും ഒന്നും അല്ലാഹുവിലേക്ക് ഉയരുകയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ആ പ്രാർത്ഥനയുടെ അവസാനങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അത് ദുആഇന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ആ ഒരു വലിയ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞതും അത് തന്നെയാണ്. അശ്രദ്ധ ഹൃദയത്തിൽ, ഗൗരവത്തിലെടുക്കാത്ത ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അല്ലാഹു ഉത്തരം ചെയ്യുകയില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്നല്ലാഹ ലാ യുഹിബ്ബു ദുആ അബ്ദിൻ മിൻ ഖൽബിൻ സാഇൻ വലാ മിൻ ഖൽബില്ലാഹ്. റസൂലുള്ളാഹി പറയുകയാണ്, അശ്രദ്ധ ഹൃദയത്തിൽ നിന്നും ഗൗരവത്തിലെടുക്കാത്ത ഹൃദയത്തിൽ നിന്നുമുള്ള പ്രാർത്ഥന അല്ലാഹു ഉത്തരം ചെയ്യുകയില്ല. അപ്പൊ പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്തുമ്പോൾ
അത് നല്ല ഇഖ്ലാസോടുകൂടി നമുക്ക് വേണ്ടിയാണ് എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അതേ രീതിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവന്റെ ഒരു ക്വാളിഫിക്കേഷനാണ് ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി അവൻ പ്രാർത്ഥിക്കണം. സ്വീകരിക്കാത്ത പ്രാർത്ഥനകൾ അതൊരിക്കലും നാം നടത്താനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരായിട്ടുള്ള പ്രാർത്ഥന അതൊരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മൂന്നാമത് പഠിപ്പിക്കുന്നത് ഹൃദയം തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഹൃദയം തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന ചിലപ്പോൾ ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ അറിയാതെ കരഞ്ഞു പോകും. അതെന്താ? ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒന്നില്ലേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മുത്തുനബി പഠിപ്പിച്ചില്ലേ, പ്രാർത്ഥിക്കുന്ന വ്യക്തി, അല്ലാഹുവിനോട് ചോദിക്കുന്ന വ്യക്തി കരഞ്ഞുകൊണ്ട് ചോദിക്കണം. ഇനി കരച്ചിൽ വന്നില്ലെങ്കിലോ കരയുന്നത് പോലെ ആക്ഷൻ കാണിക്കണം എന്ന് പോലും മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയുടെ ഒരു വലിയ കാര്യമാണത്. അല്ലാതെ നമ്മള് വേണമെങ്കിൽ മതി എന്നുള്ള രീതിയല്ല. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദകളും ആദാബുകളും പാലിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഇജാബത്ത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മുഅ്മിനിന്റെ ആയുധമാണല്ലോ ഏത്? പ്രാർത്ഥന. ദീനിന്റെ തൂണുമാണ്. ആകാശ ഭൂമികളുടെ പ്രകാശവുമാണ് പ്രാർത്ഥന എന്നുള്ളത്. ആകാശ ഭൂമികളുടെ പ്രകാശമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് പ്രാർത്ഥനകളിലുമായി ഇബാദത്തുകളിലുമായി സമയങ്ങൾ ചെലവഴിക്കണം. ഏത് സമയത്ത് എവിടെ വെച്ച് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം വയനാടുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലേ? അവരാരെങ്കിലും കരുതിയോ? കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായി, ദുരിതങ്ങൾ ഉണ്ടായി. ഈ വർഷം അവർ വിചാരിച്ചവിടെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന്, ഇനി വേറെ എവിടെയെങ്കിലും ആയിരിക്കുമെന്നാണ്. പക്ഷെ നമ്മൾ എറണാകുളം ജില്ലക്കാരെ നമ്മൾ വിചാരിക്കുന്നു അത് അവിടെയല്ലേ നമുക്കുണ്ടാകുമോ? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അല്ലാഹു തീരുമാനിച്ചാൽ എവിടെയാണ് നമുക്ക്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് നമ്മളെപ്പോഴും അല്ലാഹുവിലേക്ക് അടുക്കുക. അധികമായി അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ പരീക്ഷണങ്ങൾ ഓടി എത്തുന്നതാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള ഈ ആയുസ്സുകൾ അല്ലാഹുവിനായി സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നാം നമ്മുടേതായ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി കൃത്യമായ രീതിയിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട് മുന്നേറാൻ നമ്മളൊക്കെ തയ്യാറാകണം. അല്ലാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെ മനസ്സുമായി ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കുടുംബാദികൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് സുഖമില്ലാത്ത വീടുകളിലും ഹോസ്പിറ്റലൊക്കെ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആജിലായ കാമിലായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച് മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.